ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വട്ടുപത്തിരിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വട്ടുപത്തിരിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലേ. പിന്നെ വല്ലാതെ എണ്ണ കുടിക്കും ചെയ്യില്ലത്. അപ്പോൾ പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണേ കേട്ടോ. അതുപോലെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് എടുത്തുള്ളത് തേങ്ങ, ചെറുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി കൂട്ടി നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ. അതിന് ശേഷം ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ പിന്നെ ഈ മസാലപ്പൊടി ഞാൻ തേങ്ങയും ചെറുള്ളിയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടി എത്രയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക, വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം നമ്മളിതാ പരത്തിയെടുത്ത് റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പാണെങ്കിലും എനിക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. എനിക്ക് കറിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് കട്ടൻ ചായക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ, ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. വട്ടുപത്തിരി എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ പലരും പല രീതിയാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ അവർ വട്ടുപത്തിരി ഉണ്ടാക്കിയ വേറൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെയല്ല, ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവർ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഐഡിയാസാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. ലഞ്ചായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് നമുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ ഏകദേശം സമയം ഒരു ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനക്ക് നോമ്പൊന്നുമില്ല, അവനക്ക് നോമ്പെടുക്കേണ്ട പ്രായമായിട്ടില്ല കേട്ടോ. അവൻ ചെറിയ മോനല്ലേ. അപ്പോൾ അവനെ കളിച്ച് വന്നപ്പോൾ എന്തെങ്കിലും കാട്ടും പറഞ്ഞു, വല്ലാണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കില്ല, നോമ്പ് മാസമല്ല. അപ്പോൾ വല്ലാതൊന്നും ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അവനക്ക് വിശക്കുകയാണ് പറഞ്ഞൊക്കെ നോക്കുമ്പോൾ ഞാൻ ബ്രെഡ് കൊണ്ട് സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ അതുണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതാ ഹോർലിക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട ഉടച്ച് പാർന്ന് അതിലോട്ട് ലേശം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമൊന്നുമില്ല കുരുമുളക് പൊടി, അവനെ കാണാതെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതാ ബ്രെഡ് അതിലോട്ടാണ്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മടക്കിയിട്ടാണ്ട് രണ്ട് സൈഡും ചൂടാക്കും. ലേശം നെയ്യ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത്. കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു.